ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, സോറി ഞാനിന്ന് തീരെ എൻ്റെ ഹെൽത്ത് ശരിയല്ല. ഒന്നാമത് കോൾഡ് പോലെ ഉണ്ട് ആൻഡ് ഒരു ബാക്ക് പെയിൻ പോലെ വന്നിട്ടുണ്ട്. എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഇരിക്കാൻ പറ്റുമോ പറ്റില്ലേ എന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. റീഡിങ് എടുക്കണോ എന്തായാലും നോക്കട്ടെ. ചെറിയ റീഡിങ് ആക്കാം. ഓക്കെ, ജസ്റ്റ് ഇന്നത്തെ നിങ്ങളുടെ എനർജി, ഇതിപ്പോൾ മൺഡേ ആയതുകൊണ്ട് നമുക്ക് നിങ്ങളുടെ എനർജി എടുക്കാം ആൻഡ് ജസ്റ്റ് നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ്. ഓക്കെ, 2 Pentacles, Fool card, 10 of Swords, Hangman. ഓക്കെ, ഇവിടെ കാണുന്നത് ഒരു ജഗ്ലിംഗ് ആണ്. നിങ്ങളുടെ ഒരു തീരുമാനം എടുക്കുന്ന പോലെ നമ്മളെപ്പോഴും പറയാറുണ്ട്, 2 of Pentacles നമ്മളൊരു ഡെസിഷൻ എടുക്കുന്ന കാര്യമാണ്. രണ്ട് സിറ്റുവേഷനെ കുറിച്ച്, അതായത് അതേത് തരത്തിലും എടുക്കാം. നിങ്ങൾക്ക് 2 ജോലി വന്നിട്ടുണ്ടെങ്കിൽ, ജോലി ഓഫർ ആണെങ്കിൽ രണ്ടെണ്ണത്തിൽ നിന്ന് ഏത് വേണം എന്നുള്ള തീരുമാനം, അല്ലെങ്കിൽ 2 സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എന്തെങ്കിലും നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഏതിന് പ്രയോറിറ്റി കൊടുക്കണം, ഏതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഏത് ചൂസ് ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിൽ. സോറി. ആൻഡ് ഫുൾ കാർഡാണ്. സോ ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി ഉള്ള തീരുമാനമാണ്. ലൈക്ക് നമ്മളൊരു കാര്യം ചെയ്യാൻ പുറപ്പെടുന്ന പോലെ. ഓക്കെ, ഒരു യാത്ര പോകാനുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. അതായിരിക്കാം. ചിലവർക്ക് ജസ്റ്റ് തീരുമാനം എടുത്ത് നമ്മളൊരു കാര്യത്തിൽ മുന്നോട്ട് പോകുന്ന പോലെയാണ്. ഈ ഒരു ഡിസിഷൻ എടുത്ത് കഴിയുമ്പോൾ ഐ തിങ്ക് നിങ്ങൾക്ക് മുന്നോട്ട് ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാൻ പറ്റും. ഓക്കെ, ഒരു റിസ്ക് എടുത്തിട്ട് ഒരു കാര്യം ചെയ്യാൻ ആലോചിക്കുന്നതായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അത്ര കൺഫ്യൂഷൻ, വേണോ വേണ്ടേ എന്നുള്ളത്. ഓക്കെ, അതിപ്പോൾ ഏത് കാര്യത്തിലായാലും ശരി. ഇവിടെ ഒരു 10 of Swords നമുക്ക് എൻഡിങ് എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. ഒരു ബാക്ക് സ്റ്റാബിങ് എന്ന് പറയും. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങളെ പിന്നിൽ നിന്ന് കുത്തിയ രീതിയിൽ മേ ബി അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ആലോചിക്കുന്നത് ദറ്റ് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങളെ ഹേർട്ട് ചെയ്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. ആ സിറ്റുവേഷനിൽ നിങ്ങൾ നിൽക്കണോ അതിൽ മാറിപ്പോണോ എന്നുള്ളതായിരിക്കാം. ഓക്കെ, സോ അതിപ്പോൾ ഏത് കാര്യത്തിലും എടുക്കാം നിങ്ങൾക്ക് ഓഫ്. ഓക്കെ, സോറി തീരെ പറ്റുന്നില്ല എന്നാലും. ഓക്കെ, ഓഫീസ്, ജോലി സ്ഥലത്ത് അങ്ങനെയൊക്കെയുള്ള അവിടെ ആണെങ്കിലും ലൈക്ക് നിങ്ങൾ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് വേണ്ട റെസ്പെക്റ്റ് കിട്ടിയില്ല. ഓക്കെ, അല്ലെങ്കിൽ അവിടെ നിങ്ങൾ വേറെ ആരെങ്കിലും ലൈക്ക് കൂടെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും നിങ്ങളെ ഒന്ന് ഒന്ന് ബാക്ക് സ്റ്റാബ് ചെയ്തു എന്ന് പറഞ്ഞ പോലെ, അതായത് നിങ്ങൾ ചെയ്ത വർക്കിന് പോലും ക്രെഡിറ്റ് എടുക്കാൻ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾ ഹേർട്ട് ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ സിറ്റുവേഷനിൽ നിങ്ങൾ ഇനി കണ്ടിന്യൂ ചെയ്യണോ, നിൽക്കണോ, അതോ പോകണോ എന്ന രീതിക്കാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. സ്റ്റക്കായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഐ തിങ്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. എനിക്കതാ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട് അതിനെ ഓർത്തിട്ട്. ഈ ഒരു കാര്യം ആലോചിച്ച് നിങ്ങൾ ഒരുപാട് സ്ട്രെസ് അടിക്കുന്നുണ്ട്. ഈ ഒരു തീരുമാനം, പക്ഷേ ഐ തിങ്ക് ഈ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു സമയത്തിൻ്റെ ഡിലേ ആണ്. ഓക്കെ, മേ ബി നിങ്ങളൊന്ന് ആലോചിച്ച് തീരുമാനം എടുക്കണം എന്നായിരിക്കാം. എനിക്ക് സ്റ്റക്കാണ്, ബട്ട് സ്റ്റക്ക് അങ്ങനെ നിൽക്കുന്നത് നല്ലതാണ്. ചില സമയത്ത് നമ്മളൊന്ന് സമയമെടുത്ത് ആലോചിച്ച് തീരുമാനം എടുക്കാനുള്ളതായിരിക്കാം. ഓക്കെ, അത് കഴിയുമ്പോൾ ഐ തിങ്ക് ഒരു നല്ല ന്യൂ ബിഗിനിങ് ആണ് എനിക്കിവിടെ കാണുന്നത്. ഈ കിങ് 1 Knight of Wands ഒക്കെ ഉണ്ട്, ടെമ്പറൻസ് ഉണ്ട്. സോ യെസ്, നിങ്ങൾക്ക് മുന്നോട്ട് ഐ തിങ്ക് ഒരു നല്ല ഇതിലേക്കാണ് പോകാൻ പോകുന്നത് നിങ്ങൾ. ഈ ഒരു തീരുമാനം. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ഫൈറ്റ് ചെയ്യണോ, ഈ സിറ്റുവേഷനിൽ നിന്ന് അതിന് ഫൈറ്റ് ചെയ്ത് ശരിയാക്കണോ, അതോ വിട്ടുമാറി ജസ്റ്റ് മിണ്ടാതെ പോകണോ എന്നുള്ള ചിന്തകളൊക്കെ ആയിരിക്കാം. ഐ തിങ്ക് ആ ഒരു ഡിസിഷൻ എടുക്കാൻ കുറച്ച് ഹാർഡാണ്, ബുദ്ധിമുട്ടാണ്. ഈ ഒരു നമ്മളെന്തെങ്കിലും വിട്ടു പോകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. സോ ഐ തിങ്ക് കുറച്ച് സമയമെടുത്ത് നിങ്ങൾ ആലോചിച്ച് ആ തീരുമാനം എടുക്കാം. ഓക്കെ, മുന്നോട്ട്. പക്ഷേ യെസ്, നിങ്ങൾക്ക് കഴിവുണ്ട്, നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ സാധിക്കും, നിങ്ങൾക്ക് മെത്തേഡ് വഴികൾ തെളിഞ്ഞു കിട്ടും. ഓക്കെ, ബട്ട് ഒരു ചെറിയ ഡിലേ കാണുന്നുണ്ട്, ടൈം ഡിലേ ഉണ്ട് അതിൻ്റെ. ഐ തിങ്ക് അതിൻ്റെ ഒരു സ്ട്രെസ്സ് നിങ്ങൾ ഫീൽ ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ട്. ഇന്നത്തെ എനർജി ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. എന്തായാലും ഒന്ന് ബ്രേക്ക് എടുക്കുക. ഓക്കെ, എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിനെ പെട്ടെന്ന് നിങ്ങൾ തീരുമാനം എടുക്കേണ്ട. നിങ്ങൾ ആലോചിച്ച് ഒന്ന് സമാധാനത്തോടെ ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കും. ഓക്കെ, നമുക്ക് യൂണിവേഴ്സിറ്റി ഗൈഡൻസ് കൂടി നോക്കാം. ഫുൾഫിൽമെൻറ്റ്, എംപവർമെൻറ്റ്, ഹാർമണി, ഡിവൈൻ സപ്പോർട്ട്. ഓക്കെ, ഗുഡ്. പ്രോസ്പെരിറ്റി, വെരി ഗുഡ്. ആൻഡ് ജനറോസിറ്റി. ഇവിടെ പറയുന്നത് നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഫുൾഫിൽ ആവും. ഓക്കെ, അത് സക്സസ്സിൽ വരും നിങ്ങൾക്ക്. ആൻഡ് ഇവിടെ എംപവർമെൻ്റ് ഉണ്ട്. നിങ്ങൾ അവനവനെ ആദ്യം ശക്തിപ്പെടുത്തുക എന്ന് വെച്ചാൽ നിങ്ങളുടെ കഴിവുകളെ. ഓക്കെ, നിങ്ങൾ ആദ്യം നിങ്ങൾ അവനവൻ്റെ കോൺഫിഡൻസും കഴിവുകളും എല്ലാം ഓക്കെ, നിങ്ങൾ അതിന് ആ പവർ നിങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തിയെടുക്കാം. ഓക്കെ, അതിൽ വർക്ക് ചെയ്യാൻ നിങ്ങൾ ആദ്യം.
ഓക്കെ. ആൻഡ് ഇവിടെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഫുൾഫിൽമെൻറ്റ് നിങ്ങൾക്ക് വരും. അതിപ്പോൾ ഏത് കാര്യത്തിലായാലും ശരി, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു തീരുമാനം എടുത്തു കഴിയുമ്പോഴത്തേക്കും ആ ഒരു നിങ്ങൾക്കൊരു ഫുൾഫിൽമെൻറ്റ് വരും നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ. ഹാർമണി വരും എന്ന് പറയുന്നുണ്ട്. കാര്യങ്ങളിലൊന്ന് രമ്യതയിൽ വരും. ഇപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ആരെങ്കിലും ബാക്ക് സ്റ്റാബ് ചെയ്തു, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഹേർട്ട് ചെയ്ത കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒരു ഹാർമണി വരുന്നതായിട്ട് കാണുന്നുണ്ട്, പീസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. മേ ബി അപ്പോൾ ഇപ്പോൾ ആരെങ്കിലും നിങ്ങളെ ഹേർട്ട് ചെയ്ത ആൾക്കാരുമായിട്ട് നമ്മളൊന്ന് സംസാരിച്ച് കഴിയുമ്പോൾ മേ ബി അവിടെ നിങ്ങൾ തമ്മിലൊരു ഹാർമണി വരും എന്ന രീതിക്കായിരിക്കാം. ഓക്കെ. ആൻഡ് ഇവിടെ ഡിവൈൻ സപ്പോർട്ട് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട്. ഓക്കെ. അത് പേടിക്കുക വേണ്ട. ഡിവൈൻ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. ആൻഡ് പ്രോസ്പെരിറ്റി നിങ്ങൾക്ക് വരുമെന്നും പറയുന്നുണ്ട്. എല്ലാം ഐ തിങ്ക് ആ ഒരു പുതിയ തുടക്കം, മേ ബി ഒരു മാറ്റം, അതിപ്പോൾ സിറ്റുവേഷൻ വിട്ട് മാറി പോകാനാവണം എന്നില്ല. ഓക്കെ. നമ്മൾ അതിൽ നിന്ന് ഫൈറ്റ് ചെയ്ത് ചിലപ്പോൾ ശരിയാക്കാൻ പറ്റുന്ന ലെവലും ആയിരിക്കാം. ഓക്കെ. ഒരു ഹാർമണി അവിടെ കൊണ്ടുവരാൻ പറ്റുമായിരിക്കും. സോ അങ്ങനെയും ഒരു ഡിസിഷൻ നിങ്ങൾ ആലോചിച്ച് എന്തായാലും തീരുമാനം എടുക്കേണ്ടതുണ്ട്. ഏത് കാര്യത്തിനായാലും ഡിവൈൻ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്, യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട്. ഓക്കെ. ആൻഡ് എന്തായാലും നിങ്ങൾ പക്ഷേ എവിടെയോ നിങ്ങളുടെ കോൺഫിഡൻസ് ഒന്ന് ബിൽഡ് ചെയ്തെടുക്കേണ്ടതുണ്ട്. നമ്മുടെ സോളർ പ്ലെക്സസ് ചക്രയല്ലോ, ഇതെപ്പോഴും നമുക്ക് വരുന്നൊരു കാര്യമാണ് നിങ്ങൾക്ക് കോൺഫിഡൻസിൻ്റെ കാര്യം. ഓക്കെ. നിങ്ങൾ അവനവനിൽ ട്രസ്റ്റ് ചെയ്യുക, അവനവനെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക അവനവൻ്റെ. ഓക്കെ. സോ ആൻഡ് അതിനുശേഷം നിങ്ങൾക്ക് ഫുൾഫിൽമെൻറ്റ് വരുമെന്ന് പറയുന്നുണ്ട്, ഹാർമണി വരുമെന്ന് പറയുന്നുണ്ട്. സോ പീസ്ഫുൾ ആയിട്ടിരിക്കുക നിങ്ങളും. ഓക്കെ. ഒരുപാട് ഓവർ റിയാക്ട് ചെയ്യാൻ പോണ്ട. ഓക്കെ. കാര്യങ്ങളെ ഒന്ന് വിട്ടേക്കുക, യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക, സറണ്ടർ ചെയ്യാം. ഓക്കെ. സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം. സോറി, ഇന്ന് എനിക്കധികം നീട്ടാൻ പറ്റുന്നില്ല. ഓക്കെ. എന്തായാലും നല്ലൊരു ദിവസമാവട്ടെ.